ഹലോ, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ TP യൂനുസ്, UGC ലൈബ്രറിയൻ, ശാബ്ദങ്ങൾ ലൈബ്രറി ഇൻഫർമേഷൻസ്, കൊരമ്പൽ അഹമ്മദാജി മെമ്മോറിയൽ യൂണിറ്റി വിമൻസ് കോളേജ്, മഞ്ചേരി. 2024 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതുതായി ആരംഭിച്ച FIUGP 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ പുതുതായി ആരംഭിച്ച മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിനെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു പ്രവൃത്തിയും നന്നായി ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമാണ്. വിവരം എന്നുള്ളത് ഏതൊരു പ്രവൃത്തിയുടെയും അടിസ്ഥാന ഘടകമായി നന്നായി തീരുമാനങ്ങൾ എടുക്കാൻ, നന്നായി പോളിസി ക്രിയേറ്റ് ചെയ്യാൻ, നന്നായി പ്രവർത്തിക്കാൻ നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കോടതികൾ, ഹോസ്പിറ്റലുകൾ, ഏവിയേഷൻ സെന്ററുകൾ, ഇവിടെയൊക്കെ ലൈബ്രറികളുണ്ട്, ഇൻഫർമേഷൻ മാനേജേഴ്സ് ഉണ്ട്, ലൈബ്രറിയന്മാരുണ്ട്. വ്യക്തവും കൃത്യവുമായ വിവരങ്ങൾ യഥാർത്ഥ സമയത്ത് അതിന്റെ യഥാർത്ഥ ആളുകൾക്ക് വിതരണം ചെയ്യുക എന്നുള്ളത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെയും ലൈബ്രറികളുടെയും പ്രധാന ചുമതലയാണ്. ഇന്നത്തെ കാലത്ത് ലൈബ്രറികളിൽ അച്ചടിച്ച പുസ്തകങ്ങളും മാഗസിനുകളും മാത്രമല്ല, പകരം ഫയലുകൾ, ഡോക്യുമെന്റുകൾ, CD-ROM, മാനുസ്ക്രിപ്റ്റ്സ് തുടങ്ങിയ വിവിധങ്ങളായ ഇൻഫർമേഷൻ റിസോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഇവയൊക്കെ ഏറ്റവും കൃത്യമായും ഏറ്റവും വേഗതയിലും ആളുകൾക്ക്, ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലൈബ്രറിയുടെ ചുമതല. ആ അർത്ഥത്തിൽ ലൈബ്രറിയിലുള്ള ഇൻഫർമേഷൻ റിസോഴ്സിനെ നന്നായി ക്രമീകരിക്കാനും വർഗീകരിക്കാനും അത് വേണ്ട സമയത്ത് റിട്രീവ് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ചുമതലയാണ് ലൈബ്രറിമാരെ സംബന്ധിച്ച് ഉള്ളത്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സ് ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ജോലി ലഭ്യമാകുവാൻ ഇന്ന് സാധിക്കുന്ന ഒരു കോഴ്സാണ്. CLIC സർട്ടിഫിക്കറ്റ് കോഴ്സ് മുതൽ ബാച്ചിലർ, മാസ്റ്റേഴ്സ്, MPhil, അതുപോലെ PhD പ്രോഗ്രാം വരെ ഇന്ന് ഈ മേഖലയിൽ ലഭ്യമാണ്. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമൊക്കെ വിവിധങ്ങളായ യൂണിവേഴ്സിറ്റികളും കോളേജുകളും ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പുതുതായി ആരംഭിച്ച FIUGP പ്രകാരം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ നമ്മളെ യൂണിറ്റി വിമൻസ് കോളേജിലും ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് 2 സെമസ്റ്ററുകളായിട്ട് 2 പേപ്പറുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ലൈബ്രറി സയൻസിൽ ഹയർ സ്റ്റഡീസിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സിലബസിന്റെ ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് MDC കോഴ്സിന്റെ സിലബസിലും ലഭ്യമാണ്. 1ാം സെമസ്റ്ററിലെ ഇൻഫർമേഷൻ റിസോഴ്സസ് ആൻഡ് ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന പേപ്പറിൽ നിങ്ങൾ പ്രധാനമായിട്ടും ലൈബ്രറി മാനേജ്മെന്റ്, ലൈബ്രറി ഓപ്പറേഷൻ, ഇൻഫർമേഷൻ റിസോഴ്സസ്, ഇൻഫർമേഷൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ലൊക്കേറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസ് ആൻഡ് ലൊക്കേറ്റിംഗ് ആൻഡ് സെർച്ചിംഗ് ഓഫ് ഇൻഫർമേഷൻ റിസോഴ്സസ്, ഡിറ്റർമിൻ ക്രെഡിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ എന്നിത്യാദി കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ. 2ാം സെമസ്റ്ററിലാകട്ടെ ലൈബ്രറി ടെക്നോളജീസ് എന്ന പേപ്പറിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ലൈബ്രറി, ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്, മെറ്റാഡാറ്റ മാനേജ്മെന്റ്, വേരിയസ് ലൈബ്രറി ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് ഡിജിറ്റൽ ലൈബ്രറി സോഫ്റ്റ്വെയർ എന്നിവയെ സംബന്ധിച്ച് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ റോൾ ഓഫ് എമർജിംഗ് ടെക്നോളജീസ് ഇൻ മോഡേൺ ലൈബ്രറീസ്, ഡെവലപ്പിംഗ് ഓഫ് അക്കാദമിക് കോണ്ടന്റ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് റഫറൻസ് സ്റ്റൈൽ ആൻഡ് റഫറൻസ് ടൂൾ എന്നുള്ള മേഖല മോഡ്യൂൾസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നല്ല ജോലി സാധ്യതയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്നുള്ളത് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ഹയർ സ്റ്റഡീസിന് എടുത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിലെ MDC കോഴ്സ് എന്നുള്ളത്. ഈ കോഴ്സിൽ ചേരുന്നവർക്ക് ഭാവിയിൽ അവരുടെ മേജർ സബ്ജക്റ്റായി ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിനെ തെരഞ്ഞെടുക്കാനും സാധിക്കും. സോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലൈബ്രറി ഇൻഫർമേഷൻ സയൻസിന്റെ വിശാലമായ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു.